ഹലോ എവരിവൺ, നമുക്കൊന്ന് മാർക്കറ്റ് ട്രെൻഡും അതുപോലെ സ്ട്രക്ചേഴ്സ് ഒക്കെ നോക്കാം. മാർക്കറ്റ് ട്രെൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ട് കാണല്ലേ, അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, സൈഡ് വൈസ് മാർക്കറ്റ്, ഇതൊക്കെ നമ്മൾ കേട്ട് കാണും. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഹയർ ഹൈ, അതായത് അപ് ട്രെൻഡ് നോക്കാം. ഇപ്പം ഈ സ്റ്റോക്ക് ഒരു 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 ലോ ഉണ്ടാക്കി, പിന്നെ ഒരു ഹൈ ഉണ്ടാക്കി, പിന്നെ ഒരു ലോ ഉണ്ടാക്കി, പിന്നെ വീണ്ടും ഒരു ഹൈ ഉണ്ടാക്കി, പിന്നെ ഒരു ലോ ഉണ്ടാക്കി, പിന്നെ ഒരു ഹൈ ഉണ്ടാക്കി, വീണ്ടും ഒരു ലോ ഉണ്ടാക്കി, പിന്നെ ഒരു ഹൈ ഉണ്ടാക്കി, പിന്നെ ഒരു ലോ ഉണ്ടാക്കി, പിന്നെ ഒരു ഹൈ ഉണ്ടാക്കി, പിന്നെ ഒരു ലോ ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് പറയും? ഈ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ഹയർ ഹൈ ഹയർ ലോ. അതായത് ഈ ഉണ്ടാക്കിയ ലോ, ഈ ഒരു ലോയ്ക്ക് പിന്നെ സ്റ്റോക്ക് വന്നിട്ടില്ല. ഈ ഉണ്ടാക്കിയ ലോനെ കാട്ടി മുകളിലാണ് ഈ ലോ, അതിനെക്കാട്ടി മുകളിലാണ് ഈ ലോ, അതിനെക്കാട്ടി മുകളിലാണ് ഈ ലോ. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് പറയും? ഹയർ ലോസ്, ഹയർ ലോസ്, ഹയർ ലോസ്, ഹയർ ലോസ്. ഈ ഒരു ലോനെക്കാട്ടി മുകളിലാണ് ഈ ഒരു ലോ, ഈ ഒരു ലോനെ കാട്ടി ഹൈയിലാണ് ഈ ഒരു ലോ. ഹയർ ലോ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഉണ്ടാക്കിയ ഹൈനെ ഈ ഹൈ ബ്രേക്ക് ചെയ്തു. ഒരു ബ്രേക്ക് എന്താ പറയുക, ബ്രേക്ക് ഔട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൽ ഒളിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതാണല്ലോ ഈ ഒരു മാർക്കിന് മുകളിലേക്ക് ഒരു സ്റ്റോക്ക് വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. പ്രീവിയസ് ഹൈനെ കാട്ടി മുകളിലേക്കാണ് ഈ ഹൈ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഹയർ ഹൈ, ഹയർ ഹൈ, ഹയർ ഹൈ, ഹയർ ഹൈ, ഹയർ ഹൈ, അങ്ങനെയാണ് സ്റ്റോക്ക് പോയിരിക്കുന്നത്. അപ്പം ഇതിനെയാണ് നമ്മൾ അപ് ട്രെൻഡ് എന്ന് വിളിക്കുക. ഹയർ ലോയും ഹയർ ഹൈസും ഉണ്ടാക്കി പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? അപ് ട്രെൻഡ് എന്ന് പറയുക. അതുപോലെ ഈ ഒരു സോണിനെ, പ്രീവിയസ് ലോയിനെ ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് എപ്പോൾ താഴോട്ട് പോകണോ അപ്പം എന്ത് സംഭവിക്കും? ട്രെൻഡ് ചേഞ്ച് വരും. ഇത് നമ്മൾ എന്ത് പറഞ്ഞു? ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് പോകണോ, പുതിയ ഹൈ ഉണ്ടാക്കിയിട്ട് പോകണേ നമ്മൾ ഹയർ ഹൈ, അത് HH എന്ന് പറയും, ഇത് HL എന്ന് പറയും. അപ്പോൾ ഈ പ്രീവിയസ് ഉണ്ടാക്കി വെച്ചിരുന്ന ആ ലോയിനെ സ്റ്റോക്ക് ട്രെൻഡ് ചെയ്ത് താഴോട്ട് പോകുമ്പോൾ ട്രെൻഡ് റിവേഴ്സൽ സംഭവിക്കും. അവിടെ നിന്നാണ് എന്ത് സംഭവിക്കുക? ട്രെൻഡിൽ ചേഞ്ച് വരിക. ഇവിടെ എന്ത് സംഭവിച്ചു? ട്രെൻഡിന് ചേഞ്ച് വന്നു. ഇതുവരെ പോയിരുന്ന അപ് ട്രെൻഡ് സഡൻലി ചേഞ്ച് വന്നു. ഇനി എങ്ങോട്ട് സ്റ്റോക്ക് പോകുന്നു നമ്മൾ ബാക്കി നോക്കിയിട്ട് വേണം എൻട്രിക്ക് പോകാൻ. ഒരിക്കലും നമ്മൾ ഹയർ ഹൈയിൽ എൻട്രി എടുക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഒന്ന് താഴോട്ട് വരും. മുകളിലോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റോക്കിന് താഴോട്ട് വന്നേ മതിയാവും. അല്ലാണ്ട് ഇങ്ങനെ പോകണം. നിങ്ങൾ സ്റ്റോക്കിനെ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ പോണ സോണിൽ ഒരിക്കലും ചാടിക്കയറി എൻട്രി എടുക്കരുത്. ഇതിനെ പാരബോളിക് മൂവ് എന്നാണ് പറയുക. ഇതിനെ ശക്തമായി മുന്നോട്ട് പോകും. ചിലപ്പോൾ ഒരു 200% ഒക്കെ കണ്ടിന്യൂസ് അപ്പിൽ പോകും. പക്ഷേ ഒരിക്കലും ഇങ്ങനത്തെ സോണിൽ എൻട്രി എടുക്കരുത്. കറക്റ്റായി ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടെങ്കിൽ ആരും എൻട്രി എടുക്കരുത്. അത് ഒരു എന്താ പറയുക, അത് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു ഒടിഞ്ഞ് താഴെ പോകും. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സ്ലോ ഗ്രോത്തിൽ പോകുന്ന സ്റ്റോക്ക് താഴെ പോയാലും ഒരു മിനിമം ലെവലിൽ കണ്ടില്ലേ, ഒരു സർട്ടൻ ലെവലിൽ താഴെ പോകും. ഇങ്ങനെ പോണ സോൺസ് താഴെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്രത്തോളമൊക്കെ താഴേക്ക് വരും. ഫുള്ള് 100% താഴേക്ക് വരും ക്രിയേറ്റ് ചെയ്ത ഹൈയും. അപ്പോൾ ഇങ്ങനെയുള്ള സോൺസിലേക്ക് പോകാതിരിക്കുക. ഇനി നമുക്ക് ലോവർ ലോസ് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ലോവർ ലോസ് വരുന്നത് നോക്കാം. ഒരു ഹൈ ഉണ്ടാക്കി, പിന്നെ ഒരു ലോ ഉണ്ടാക്കി, പിന്നെ ഒരു ഹൈ ഉണ്ടാക്കി, പിന്നെ ഒരു ലോ ഉണ്ടാക്കി, പിന്നെ ഒരു ഹൈ ഉണ്ടാക്കി, പിന്നെ ഒരു ലോ ഉണ്ടാക്കി, പിന്നെ ഒരു ഹൈ ഉണ്ടാക്കി, പിന്നെ ഒരു ലോ ഉണ്ടാക്കി. അപ്പോൾ ഇതിന് നോക്കുക, ഇവിടെ നിന്ന് മുകളിൽ നിന്ന് വന്ന സ്റ്റോക്ക് ഒരു ഹൈ കഴിഞ്ഞിട്ട് പിന്നെ ലോയിലേക്കാണ് പോയത്. അപ്പോൾ ഇതിനെന്താ പറയുക? പിന്നെ ഹൈയിൽ നിന്ന് വീണ്ടും ഹൈക്കല്ല പോയത്, ഹൈയിൽ നിന്ന് ലോയ്ക്കാണ് വന്നത്. ഇതിനെന്താ പറയുക? ഒരു ലോയാണ്. ആ ലോവിൻ്റെയും താഴെയാണ് ഇത്. അപ്പോൾ എന്താ പറയുക? ലോവർ ലോ. പിന്നെയും അതിൻ്റെയും താഴെയാണ് ഈ ലോ നിൽക്കുന്നത്. അതിനെന്താ പറയുക? അപ്പോൾ വീണ്ടും ലോവർ ലോ. അതുപോലെ ഇത് ഈ ഹൈനെക്കാട്ടി താഴെയാണ് ഈ ഹൈ. അപ്പോൾ എന്താ പറയുക? ലോവർ ഹൈ. അതിനും താഴെയാണ് ഈ ഹൈ. അപ്പോൾ അതും ലോവർ ഹൈ എന്നാണ് നമ്മൾ പറയുക. അതിനെയും കാട്ടി താഴെയാണ് ഈ ഒരു ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹൈ. ഹൈ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ ലോവർ ഹൈ എന്ന് പറയുക. ഇതിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് ലോവർ ഹൈ, ലോവർ ലോസ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ പോണ സ്റ്റോക്സിൽ നമുക്ക് എൻട്രി ചെയ്യില്ല. നമ്മൾ ട്രെൻഡ് ചേഞ്ച് ചെയ്ത് മനസ്സിലാക്കണം. ട്രെൻഡ് ചേഞ്ച് ആയിട്ട് സഡൻലി ഇവിടെ നിന്നൊക്കെ ഒരു ട്രെൻഡ് ചേഞ്ച് വരും. അതായത് ഇങ്ങനെ വന്ന സ്റ്റോക്ക് ഇപ്പോൾ ഇതുണ്ടല്ലേ, ഇവിടെ വന്നിട്ട് പിന്നെ കട്ട് ചെയ്ത് ട്രെൻഡിൽ ഒരു ചേഞ്ച് ഉണ്ടാവണ വരെ നമുക്ക് യാതൊരു എൻട്രി ഇല്ല. അപ്പോൾ ഇങ്ങനെയാണ് ലോവർ ലോസും ലോവർ ഹൈസും വരുന്നത്. ഇവിടെയാണ് ലോവർ ലോസ് വരുന്നത്, LL. അതുപോലെ തന്നെ ഇപ്പുറത്താണ് ലോവർ ഹൈസ് വരുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഈ വേറൊരു സാധനമാണ് നമുക്ക് കൺസോൾട്ടേഷൻ എന്ന് പറയും. കൺസോൾട്ടേഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സ്റ്റോക്ക് അപ് ട്രെൻഡിക്കും ഇല്ല ഡൗൺ ട്രെൻഡിക്കും ഇല്ലാണ്ട് ഒരു സോണിൽ ഇങ്ങനെ കൃത്യമായിട്ട് ഈ ഒരു സോണിൽ ഇങ്ങനെ കിടക്കണതിനാണ് നമ്മൾ എന്ത് പറയുക? കൺസോൾട്ടേഷൻ എന്ന് പറയുക. ചില സമയത്തൊക്കെ സ്റ്റോക്ക് ഒരുപാട് സമയം കിടക്കും. ഇങ്ങനെ ഒരുപാട് സമയം കിടക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്കിന് പിന്നെ മുന്നോട്ട് പോകാനുള്ള ആകെ ഒരു വീക്ക്നെസ് ഫേസ് ചെയ്യും. ഇതുണ്ടല്ലേ, ഇതിനാണ് നമ്മൾ കൺസോൾട്ടേഷൻ എന്ന് പറയുക. അപ്പോൾ നമ്മളൊരു ലൈനൊക്കെ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും സ്റ്റോക്ക്. കണ്ടില്ലേ, ഇതിനെയാണ് കൺസോൾട്ടേഷൻ എന്ന് പറയുക. ഒരു സോണിൻ്റെ ഉള്ളിൽ കുറേ സമയം പെട്ടിട്ടിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് സമയത്തിനെങ്കിലും ഇങ്ങനെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ കൺസോൾട്ടേഷൻ എന്ന് പറയുക.
ഇത് വന്നാൽ സ്റ്റോക്ക് മുകളിലോട്ടും പോവാം താഴോട്ടും പോവാം. ഇങ്ങനെ ഒരു കൺസോൾട്ടേഷനിൽ കടന്ന ശേഷം സ്റ്റോക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനെന്ത് പറയും? ഇപ്പോൾ ഒരു ഇങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഇതിനെയാണ് അക്യുമുലേഷൻ എന്ന് പറയുക. സ്റ്റോക്ക് കൺസോൾട്ടേഷനിൽ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന പേരാണ് അക്യുമുലേഷൻ. ഓക്കെ, ഇതാണ് അക്യുമുലേഷൻ. അതേ സ്റ്റോക്ക് ഇത് കണ്ടില്ലേ, ഇതാണ് അക്യുമുലേഷൻ കേട്ടോ. കൺസോൾട്ടേഷനിൽ കിടക്കുന്ന സ്റ്റോക്ക് ഇതേപോലെ ട്രെൻഡ് ഡൗൺ സൈഡിലേക്കാണ് പോയെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിസ്ട്രിബ്യൂഷൻ. എന്താ പറയുക? ഡിസ്ട്രിബ്യൂഷൻ. ഒരു കൺസോൾട്ടേഷന് ശേഷം മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അക്യുമുലേഷനും താഴോട്ട് പോയി കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അക്യുമുലേഷനും താഴോട്ട് പോയി കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷനും. ഇതാണ് മാർക്കറ്റിൽ മെയിൻ ആയിട്ടുള്ള ട്രെൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ട്സിനൊക്കെ നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും പഠിക്കുക, പഠിച്ചിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക, പഠിക്കാതെ ഇൻവെസ്റ്റ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ട്രെൻഡ് ലൈൻസ് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ഓക്കെ, ബൈ.